ഇന്ത്യ സഖ്യത്തിൽ എന്നാ പിണറായി വിജയൻ വന്നത്? ഏതെങ്കിലും ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇന്ത്യ സഖ്യം എന്ന് അദ്ദേഹം വാചകം ഉപയോഗിച്ചത് ഇതിനു വേണ്ടി മാത്രമാണ്, രാഹുൽ ഗാന്ധിയെ തെറി വിളിക്കാൻ. ഇത് നന്നായി, തമിഴ്നാട് ഇലക്ഷൻ കഴിഞ്ഞുകൊണ്ട് നന്നായി. കാര്യം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞിട്ട് മധുരയിലെ CPM കാൻഡിഡേറ്റ് വോട്ട് പിടിച്ചത്. അത് ഇലക്ഷൻ കഴിഞ്ഞു 19-ാം തീയതി. പടമല്ല, പ്രസംഗത്തിൽ അവരുടെ ഡിമാൻഡായിരുന്നു, ഞങ്ങളുടെ അടുത്ത ഡിമാൻഡായിരുന്നു രാഹുൽ ഗാന്ധി എങ്ങനെയെങ്കിലും മധുരയെ പ്രസംഗിപ്പിക്കണമെന്ന്. കോയമ്പത്തൂരിൽ പ്രസംഗിക്കുകയും ചെയ്തു. പിന്നെ രാഹുൽ ഗാന്ധിയുടെ സ്വഭാവത്തെക്കുറിച്ച് സർട്ടിഫിക്കറ്റ് കേരളത്തിലെ ഭരണം ജീർണിപ്പിച്ച് ഇത്രയും കേരള സമൂഹത്തിൻ്റെ മുന്നിൽ അപഹാസ്യ കഥാപാത്രമായിരുന്ന ഒരാളുടെ കയ്യിൽ നിന്നും രാഹുൽ ഗാന്ധിക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ഞങ്ങൾ ഉറപ്പിച്ച് പറയാണ്. അദ്ദേഹത്തിന് സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ അതൊരു ഡിസ്ക്വാളിഫിക്കേഷനാണ് രാഹുൽ ഗാന്ധിക്ക്. കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ട്, ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഞങ്ങൾക്ക് എതിർപ്പില്ല. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് അവരുടെ ഉള്ളിൽ രാഹുൽ ഗാന്ധിയോട് സ്നേഹമാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കാരണം ഇന്ത്യ രാജ്യത്ത് ഈ ഫാസിസത്തിനെതിരായിട്ട് സ്വന്തം മെമ്പർഷിപ്പ് പോയപ്പോഴും 58 മണിക്കൂർ റെയ്ഡ് ചെയ്തപ്പോഴും നിർഭയമായി എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയും ശക്തമായി പോരാടുകയും ചെയ്യുന്ന ഒരു നേതാവ് എന്ന നിലയിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മനസ്സിനകത്ത് രാഹുൽ ഗാന്ധിക്ക് സ്ഥാനമുണ്ട്. ആ സ്ഥാനം പിണറായി വിജയൻ്റെ ഈ തരംതാണ പ്രസ്താവന കൊണ്ട് ഇല്ലാതായി പോവില്ല. We are very sure about that. ഒന്നുമില്ല. അതിനകത്തുള്ള പ്രശ്നം ആരാണ് തുടങ്ങിയതെന്ന് ആദ്യം മനസ്സിലാക്കണം. അതാരാ തുടങ്ങിയത്? രാഹുൽ ഗാന്ധി ഒരു ചോദ്യമേ ചോദിച്ചിട്ടുള്ളൂ. രാഹുൽ ഗാന്ധിക്ക് വയനാട് മത്സരിക്കാൻ വന്ന അന്നു മുതൽ തുടങ്ങുന്ന ചോദ്യം ആരാ തുടങ്ങിയത്? ഞങ്ങൾ ദേശീയ നേതാക്കന്മാർക്കെതിരെ മത്സരിക്കുന്നില്ലേ CPM എല്ലായിടത്തും? ഇപ്പോൾ ശശി തരൂർ CWC മെമ്പറാണ്, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. കൊടിക്കുന്നിൽ സുരേഷ് CWC മെമ്പറാണ്. K മുരളീധരൻ കേരളത്തിലെ കോൺഗ്രസിലെ ഏറ്റവും പ്രഗത്ഭനായ സ്ഥാനാർത്ഥിയാണ്. അവർക്കെതിരെ അവർ മത്സരിക്കുന്നില്ലേ? അപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ, ഞാൻ മത്സരിക്കുമ്പോൾ പ്രസ്താവനയായിട്ട് വന്ന ആരാണ് ആദ്യം? ഞങ്ങളാണോ തുടങ്ങിയത്? അപ്പം ഇത് ആര് തുടങ്ങിയതിലല്ല ചോദ്യം, ഇത് ഒത്തുകളിയാണ്. അതാണ് ചോദ്യം ഇവിടെ. നരേന്ദ്രമോദിയെ സുഖിപ്പിക്കാൻ വേണ്ടിയുള്ള രാഹുൽ വിരുദ്ധതയിൽ പിണറായി നരേന്ദ്രമോദിയെ കടത്തി വെട്ടാൻ പറ്റുമോ നോക്കുന്നത് ചെറിയ ചോദ്യത്തിൽ അത് വിജയിക്കുന്നുണ്ട് അദ്ദേഹം. ഐ അഗ്രി വിത്ത് ദാറ്റ്. രാഹുൽ വിരുദ്ധതയിൽ മോഡിയാണോ വലുത് പിണറായി വിജയനാണോ വലുത് എന്നുള്ള മത്സരം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചില ഘട്ടങ്ങളിൽ മോഡിയേക്കാൾ ഞാനാണ് മുമ്പൻ എന്ന് അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ദാറ്റ്സ് റൈറ്റ്. ഞാൻ അതിനകത്ത് കൃത്യമായിട്ട് രാഹുൽ ഗാന്ധിയുടെ കോഴിക്കോട് പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. CAA വിഷയത്തിൽ അതും പാർലമെൻറ്റ് ഡിബേറ്റ് ഒന്ന് പരിശോധിച്ച് നോക്കുക. ഞങ്ങൾ വോട്ട് ചെയ്തിട്ട് എതിർത്ത ഒരു ബില്ലാണത്. ഒരു പാർട്ടിയുടെ ഐഡിയോളജി എങ്ങനെയാണ് കണക്കാക്കുക? നിങ്ങൾ പാർലമെൻറ്റിൽ ഒരു ബില്ല് വരുമ്പം ബില്ലിന് ഒന്നുകിൽ നിഷ്പക്ഷത പാലിക്കുക, അല്ലെങ്കിൽ എതിർക്കുക, അല്ലെങ്കിൽ അനുകൂലിക്കുക. ഈ 3 വഴിയാണ് ഉള്ളത്. കോൺഗ്രസ് പാർട്ടിയുടെ ഒറ്റ നയമായിരുന്നു ആ ബില്ലിനെ നഖശിഖാന്തം എതിർത്ത് തോൽപ്പിക്കുക. രാഹുൽ ഗാന്ധി ആസാമിൽ പബ്ലിക് മീറ്റിങ്ങിൽ പ്രസംഗിച്ചതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് പരിശോധിക്കാം. ഞങ്ങൾ ഒരു കാരണവശാലും ഈ ബില്ലിനെ അനുകൂലിക്കില്ല. അദ്ദേഹം കോഴിക്കോട് പ്രസംഗിച്ചു. വീണ്ടും കഴിഞ്ഞ ആഴ്ച സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് റിലീജിയൻ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നൽകാൻ കോൺഗ്രസ് പാർട്ടി അനുവദിക്കുന്ന പ്രശ്നമില്ല. അത് ഇന്ത്യ എന്ന് പറയുന്ന ഐഡിയയുടെ ഭാഗമായിട്ടാണ് സിറ്റിസൺഷിപ്പ് കൊടുക്കേണ്ടത്. പിന്നെ വീണ്ടും അദ്ദേഹത്തിന് സംശയം എഴുതണമെങ്കിൽ അത് ഈ സിറ്റിസൺഷിപ്പിനെ കുറിച്ചുള്ള സംശയമല്ല, CAA കുറിച്ചുള്ള സംശയമല്ല, സ്വന്തം മരണത്തിൻ്റെ വൃത്തികേട് ജനങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ്. അതിൽ മാത്രമേ അദ്ദേഹത്തിന് പ്രസംഗിക്കാനുള്ളൂ. രാഹുൽ വിരുദ്ധതയും ഇതും അത് സ്വന്തം ഭരണത്തിൻ്റെ വൃത്തികേടുകൾ ജനങ്ങളിൽ നിന്നും മറച്ചു പിടിക്കാനുള്ള വ്യഗ്രതയാണ് അദ്ദേഹം കാണിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. പ്രകടന പത്രികയിൽ ഉണ്ടത്, വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. വായിച്ചു നോക്കുന്നവർക്ക് മനസ്സിലാവും. അതാണ് ഞങ്ങൾ പറഞ്ഞത്. കൃത്യമായിട്ട് ഞങ്ങൾ ആ പ്രകടന പത്രിക ഒന്ന് വായിച്ചു നോക്കിയാൽ അറിയാം. അതിനകത്ത് ക്ലിയറായ വിഷയം. ഒരു ഭാഗത്ത് മോഡി പറയുന്നത് ഞങ്ങൾ മുസ്ലിം ലീഗിൻ്റെ പ്രകടന പത്രികയാണെന്ന്, പിണറായി വിജയൻ പറയുന്നത് ഇതാണെന്ന്. ഞങ്ങൾക്ക് പറയേണ്ട കാര്യം എന്താണെന്ന് അറിയാം. ഞങ്ങൾ ഈ രാജ്യത്തെ സെക്യുലറിസത്തിലും ജനാധിപത്യത്തിലൊന്നും വിട്ടുവീഴ്ചയോ വെള്ളം ചേർക്കാനോ എന്ത് അധികാരം നഷ്ടപ്പെട്ടാലും ഉണ്ടായാലും നിൽക്കുന്ന പാർട്ടിയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്.